പക്ഷെ അപ്പോഴും വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യം BJP ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളം വികസിതമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വികസനം എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു ചോദ്യം ചോദിക്കാൻ കരുതരുത്. അല്ല, വികസനം എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സാക്ഷരത, നമ്മുടെ ആരോഗ്യ നിലവാരം, ഇത്തരം കാര്യങ്ങളിലെല്ലാം കേരള സംസ്ഥാനം എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാടോട്ട് പോകുന്നത്? അതിപ്പോ നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമുള്ള പ്രശ്നമല്ലല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള അതൊരു കണക്കെടുത്ത് നോക്കണം. വെറുതെ ChatGPT ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ഒന്ന് അടിച്ചു നോക്ക്. ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ, ഇപ്പം ഗുജറാത്താണ്. പല സംസ്ഥാനം, നോർത്ത് ഇന്ത്യയെ കുറിച്ച് പറയുമല്ലോ, പല സംസ്ഥാനത്തെ കുറിച്ചും പറയും. ഗുജറാത്താണല്ലോ ഏറ്റവും കൂടുതൽ പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ ഗുജറാത്ത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ കേരള, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ ഗുജറാത്ത് മാത്രമാണ് നമ്മളിപ്പോ നോക്കുക. അല്ല, മധ്യപ്രദേശ് നോക്കിയോ. ഞാൻ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ ഗുജറാത്ത് അടിച്ചു നോക്കിയോ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ കേരള അടിച്ചു നോക്കിയോ. ChatGPT ചോദിച്ചു, എന്നോടല്ലേ ചോദിക്കേണ്ടത്, ChatGPT ചോദിച്ചു. എന്തായാലും ChatGPT BJP കാരനൊന്നും അല്ലല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നെറ്റ് ഇല്ലേ. ഞാൻ അടിച്ചു കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഒന്ന് വായിച്ചേ. ഗുജറാത്തിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1.7% ഇൻ 2022-2023. കേരളത്തിൽ 29.9%. എന്താ വ്യത്യാസം? നമ്മൾ ഈ അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ പല സംസ്ഥാനങ്ങളെയും. പക്ഷെ തൊഴിലില്ലായ്മയല്ലല്ലോ നമ്മുടെ ആരോഗ്യ നിലവാരം, സാക്ഷരത എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇതേ ചോദ്യങ്ങൾ ഞാൻ ChatGPT ചോദിക്കട്ടെ? ഗുജറാത്തിലെ ആരോഗ്യ നിലവാരം